ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പിന്റെ 4ാമത്തെ ദിവസത്തിന്റെ വിവരണം കേൾക്കാം. 4ാമത്തെ ദിവസം ഞങ്ങൾ രാവിലെ എല്ലാവർക്കും തലേദിവസം സുഖമില്ലാതിരുന്നതുകൊണ്ട് വൈകിയാണ് എണീറ്റ്. അപ്പൊ പുറപ്പെടാനും വൈകി. 11 മണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് തുലിപ് ഗാർഡൻ കാണാൻ പോയി. തുലിപ് ഗാർഡൻ അവിടെ നിന്ന് ഒരു മണിക്കൂറൊക്കെ യാത്രയേ ഉള്ളൂ. അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് തുലിപ് ഗാർഡൻ കണ്ട് 1.5 മണിക്കൂറോളം അവിടെ കണ്ടു നടന്നു. നല്ല ഭംഗിയുണ്ടല്ല. ഈ സമയത്താണ് തുലിപ് പൂകൾ ഉണ്ടാകുന്നത്. ഒരു 3 മാസത്തേക്കൊക്കെ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം കൊഴിഞ്ഞു പോകും. വീണ്ടും സീസൺ ആകുമ്പോൾ വീണ്ടും പൂവിടും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗാർഡനാണ് കാശ്മീർ, ശ്രീനഗറിലെ ഈ തുലിപ് ഗാർഡൻ. എല്ലാം നല്ല കാണാനായിട്ട് നല്ല കാഴ്ചയാണ്, കാണേണ്ടത് തന്നെയാണ്. ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റി നടന്ന് കണ്ടു. ലാസ്റ്റ് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ച് കഴിച്ച് തിരിച്ച് ഗ്രൂപ്പിന്റെ ഒപ്പം എത്തി. ഗ്രൂപ്പിൽ കുറച്ച് പേരൊന്നും വന്നിട്ടുണ്ടായില്ല, ബസ്സിൽ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെ ഹൗസ് ബോട്ടിലേക്ക് കൊണ്ടുപോയി. ഹൗസ് ബോട്ട് അവിടെ തന്നെ അടുത്ത് ഒരു മണിക്കൂർ യാത്ര ഇല്ല. ലേക്കിലാണ് ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നേരെ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ഹൗസ് ബോട്ടിൽ ഒരു റൂം ബുക്ക് ചെയ്തു. എല്ലാവർക്കും ഓരോരോ റൂമുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങള് ബോട്ടിങ്ങിന് കൊണ്ടുപോയി. ഓരോ ബോട്ടിൽ 1 മണിക്കൂർ ആ ലേക്കിൽ കൂടെ ബോട്ടിങ്. നല്ല രസമുണ്ടായിരുന്നു. ഒരു 4 പേര് ഇരിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ബോട്ടുകളിൽ ഞങ്ങൾ 1 മണിക്കൂറോളം ലേക്കിൽ ഇങ്ങനെ ബോട്ടിങ് നടത്തി. അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് ഹൗസ് ബോട്ടിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഡിന്നർ തന്നു. അത് കഴിഞ്ഞ് എല്ലാ സൗകര്യം ഉണ്ട് ഹൗസ് ബോട്ടിൽ. ടോയ്ലറ്റും ബാത്റൂമും എല്ലാം ഉണ്ട്. ചൂടുവെള്ളവും കിട്ടും. ഞങ്ങൾ രാത്രി കിടന്നിറങ്ങി രാവിലെ വെക്കേറ്റ് ചെയ്യണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് തിരിച്ച് കേരളത്തിലേക്ക് പുറപ്പെടാനായിട്ട് എയർപോർട്ടിലേക്ക് പോയി. എയർപോർട്ടിലായിരുന്നു ഒരു ദിവസം മുഴുവൻ. എയർപോർട്ടിൽ നിന്ന് ശ്രീനഗർ ടു ഡൽഹി, ഡൽഹി ടു കൊച്ചി. പിന്നെ രാത്രി ഞങ്ങൾ തിരിച്ചെത്തി. ബോട്ട് ഹൗസിൽ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നിറങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബോട്ട് ഹൗസിൽ നിന്ന് തിരിച്ച് എയർപോർട്ടിലേക്ക് പോന്നു. ഓക്കേ.